പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വചനഭാഗം ഗലാത്തിയ 3:3. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി നമുക്ക് ഈ വചനഭാഗം ധ്യാനിക്കാം. ദൈവം തരുന്ന ബോധ്യത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധാത്മാവെ, ഈ വചനഭാഗം ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ രൂപാന്തരീകരണത്തിന് കാരണമായി തീരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇടപെടണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ സ്വീകരിക്കുന്ന വചനഭാഗം മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന വചനഭാഗം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഹാവിങ് സ്റ്റാർട്ടഡ് വിത്ത് ദ സ്പിരിറ്റ്, ആർ യു നൗ എൻഡിങ് വിത്ത് ദ ഫ്ലഷ്? ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയാണ്. അപ്പോൾ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം തരുന്ന ആ ബോധ്യം എന്താണ്? ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണോ? അതായത് നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൽ അംഗമായി തീരുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ശരീരമായ സഭയുടെ അംഗം എന്ന് വെച്ചാൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംഗം, യേശുവാകുന്ന മുന്തിരിവള്ളിയുടെ ശാഖയായി തീരുക. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുമല്ലോ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പം അങ്ങനെ ആയിത്തീരുന്നത് മാമോദീസ വഴിയാണ്, നമുക്കറിയാം. അതായത് ഒരുവൻ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ, അതായത് യേശുവിൻ്റെ കുരിശുമരണവും യേശുവിൻ്റെ ഉയർപ്പും അത് ഏറ്റുപറയുമ്പോഴാണ് അവൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നത്. ആ ഏറ്റുപറയുമ്പോൾ നമുക്ക് ദാനമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിന് മോശ വഴി 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ, അപ്പോൾ അവർ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മളത് കാണും. ഈ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് അവർ സീനായ് മലയിലെത്തുമ്പോൾ, ഷൂർ മരുഭൂമിയൊക്കെ കടന്ന് സീനായ് മലയിലെത്തുമ്പോൾ, ആ സീനായ് മലയിൽ അവിടെ ക്യാമ്പ് ചെയ്യാണ്, താഴ്വാരത്തിൽ ക്യാമ്പ് ചെയ്യാണ്. അവിടെ വെച്ച് മോശയെ മലയിലേക്ക് വിളിച്ച്, മോശ 40 ദിവസവും 40 രാവും പകലും അവിടെ മലയിലായിരുന്നു, ഉപവാസത്തിലും പ്രാർത്ഥനയിലും. അപ്പം മോശയ്ക്ക് കൽപ്പന കൊടുക്കുക. അപ്പോൾ ആ കൽപ്പന പിന്നീട് വിളംബരം ചെയ്യുന്നുണ്ട് ഇസ്രായേൽ മക്കളോട്. അപ്പോൾ ആ കൽപ്പന കൊടുക്കുമ്പോഴും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. അപ്പം 10 കൽപ്പനകൾ പിന്നീടത് നമ്മൾ നിയമാവർത്തനത്തിൽ മോവാബ് ദേശത്ത് വരുമ്പം പിന്നീട് കുറച്ചുകൂടെ കൽപ്പനകൾ ഈ 10 കൽപ്പനകൾക്ക് പുറമെ കൂട്ടിച്ചേർത്ത് കുറച്ച് ഭാഗം കൂടെ കൊടുക്കുന്നത് നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ കൽപ്പനകൾ കൊടുക്കുമ്പോഴൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ദാനം കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനം കിട്ടിയതായിട്ട് കാണുന്നില്ല നമുക്ക്. അവർക്ക് കൽപ്പനകൾ അനുസരിക്കാനുള്ളൊരു കൃപ കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ചെയ്യരുതെന്നുള്ള ആ ബോധ്യമാണ് കൊടുക്കുന്നത്. ചെയ്താൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ഒരു ഭയം കൊണ്ട് അവർ അതിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പോൾ ഇനി എന്ത് ഭയം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു പോകും. അപ്പം പരിശുദ്ധാത്മാവിനോട് കിട്ടുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം, ക്രിസ്തുവിൻ്റെ മരണോത്ഥാനത്തിന് ശേഷം ഒരുവൻ മാമോദീസ സ്വീകരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പോലെ, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അങ്ങനെ ഈശോ പറഞ്ഞു. അപ്പം നമ്മൾ യേശുവിലുള്ള വിശ്വാസം ഏറ്റു പറയുമ്പോൾ സൗജന്യമായിട്ട് പരിശുദ്ധാത്മാവിനെ തരിക. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ സഭയിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്, ശരിക്കും നമ്മുടെ പുതുജീവിതം
നമ്മുടെ നവജീവിതം. അതായത് ഈശോ നിക്കോദെമോസിനോട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞ ഭാഗം, ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല, നിനക്ക് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നിട്ടത് വ്യക്തമാക്കി പറയുകയാണ്, യു നീഡ് ടു ബോൺ വിത്ത് വാട്ടർ ആൻഡ് സ്പിരിറ്റ്, വെള്ളം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കണം. അപ്പോൾ ആ ജനനമാണ് മാമോദീസായിലും തുടർന്ന് വരുന്ന സ്ഥൈര്യലേപനത്തിലും നടക്കുന്നത്. അപ്പോൾ ആ ജനനം വഴിയാണ് ഒരു പുതുജനനം, അതായത് നമ്മുടെ ഭൗതികമായ ജനനം അത് മരണത്തിൽ തീരുകയാണ്. അതിനപ്പുറത്തോട്ട് ആത്മാവ് ജീവിക്കാനുള്ള ജനനം നമുക്ക് മാമോദീസയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തുടക്കം, ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം, പുതുജീവിതത്തിൻ്റെ തുടക്കം അത് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരു ആൾ, അല്ലേ, തലവട്ടപ്പനും തലവട്ടമ്മയും, ഗോഡ് ഫാദർ ഗോഡ് മദർ, അവർ വിശ്വാസമായിട്ട് പറയും. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഇനി നമ്മൾ ഒക്കെ ആയി പക്വതയായി വരുമ്പോൾ ആ വിശ്വാസത്തിലൂട്ടി ഉറപ്പിക്കപ്പെടുക. കാറ്റഗിസം ക്ലാസ്സുകളിലൂടെയും വിശുദ്ധ ബലിയിലും മറ്റു കാര്യങ്ങളും എല്ലാം സംബന്ധിച്ച് കുടുംബത്തിലും പ്രാർത്ഥനയിലൂടെയും മാതാപിതാക്കളിൽ നിന്നുള്ള പ്രബോധനത്തിലൂടെയെല്ലാം നമ്മൾ വളരുകയാണ്. അങ്ങനെ വളർന്ന് നമ്മൾ ആത്മാവിൽ ബലപ്പെടുക. അപ്പം ഈ വചനഭാഗത്ത് പറയാണ്, ആത്മാവിൽ ആരംഭിച്ച് നിങ്ങൾ ശരീരത്തിൽ അവസാനിപ്പിക്കുകയാണോ? നിങ്ങൾ സഹിച്ചവ അത്രയും വ്യർത്ഥമായിരുന്നുവോ? 4-ാം വാക്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും സഹിച്ച കാര്യങ്ങളൊക്കെ വ്യർത്ഥമായി ശരീരത്തിലാണോ നിങ്ങൾ അവസാനിപ്പിക്കുന്നത്? അതായത് ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രം നിങ്ങൾ ജീവിക്കുകയാണോ? ഈ ലോകത്തിൻ്റെ ജീവിതം ജീവിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഈ വചനഭാഗം ചിന്തിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മിലൊരു പലരും, ഒരു 100 പേരെടുത്താൽ ചിലപ്പോൾ ഒരു 99 പേരും എന്ന പോലെ നമ്മൾ ആത്മാവിൽ ആരംഭിക്കും, ശരീരത്തിൽ അവസാനിപ്പിക്കും. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായിട്ടാണ് ഒരുവൻ പിറന്നതെങ്കിൽ അവന് മാമോദീസ സ്വീകരിക്കും, പരിശുദ്ധാത്മാവിനെ കിട്ടും, യാതൊരു സംശയമില്ല. പരിശുദ്ധാത്മാവിൻ്റെ മായാത്ത മുദ്ര അവൻ്റെ ഉള്ളിലെ ഹൃദയത്തിൽ പതിയാണ്. ആ പരിശുദ്ധാത്മാവ് ജ്വലിച്ചു വരണം, വിശ്വാസത്തിൽ നിന്നാണത് വളരേണ്ടത്. അപ്പോൾ നമുക്ക് മാമോദീസ കിട്ടി. ഒരു അവിശ്വാസിക്കല്ല, ഒരു വിശ്വാസിക്ക്. അവൻ പക്ഷേ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ജീവിക്കാതെ ശരീരത്തിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് ശരീരത്തിൽ അവസാനിപ്പിക്കുകയാണ് അവൻ്റെ ജീവിതം. അപ്പം പൗലോസ്ലീഹ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ ആത്മാവിൽ തുടങ്ങി, തുടക്കം ആത്മാവിലാണെങ്കിലും പിന്നീടുള്ള ജീവിതവും ഒടുക്കവും ശരീരത്തിലാണ് തീരുന്നത്. ശരീരത്തിൻ്റെ പ്രവണതകളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം, ഈ ലോകത്തിൻ്റെ ജീവിതം. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 3-ാം അധ്യായം തുടക്കത്തിൽ ചോദിക്കുകയാണ്, ഒന്നാം വചനം മുതലാണ്, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് മാത്രം നിങ്ങളിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? The only thing I want to learn from you is this: did you receive the Spirit by doing the works of the law or by believing what you heard? നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണോ? അപ്പോൾ അന്നത്തെ കാലത്തെല്ലാം നമുക്കറിയാം, ക്രിസ്തു മരിച്ചു, മുതിർന്നവരോടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പം അവരൊന്നും ക്രിസ്ത്യാനികളായവരല്ല. അപ്പോൾ അവിശ്വാസികളോട്, അല്ലെങ്കിൽ ഈവൻ യഹൂദമതത്തിലുള്ളവർ പോലും അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പത്രോസ്ലീഹയൊക്കെ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പൗലോസ്ലീഹ പ്രസംഗിക്കുമ്പോൾ, യഹൂദരോട് കൂടുതലും പത്രോസ്ലീഹയാണ് പ്രസംഗിക്കുന്നത്. അപ്പം പത്രോസ്ലീഹ പ്രസംഗിക്കുമ്പോഴാണ്
അവരിൽ കുറേ പേര്, ഈ 3000 പേര് 5000 പേരൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു പറയുന്നു. അപ്പം ആ മുതിർന്നവർ കേട്ടത് കൊണ്ട് വിശ്വസിക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്, നിങ്ങൾ കേട്ടത് വിശ്വസിച്ചത് കൊണ്ടാണോ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്, അതോ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ വഴിയാണോ? അപ്പം നിയമത്തിന് വിധേയമായിട്ട് ജീവിച്ചത് കൊണ്ടാണോ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്? അല്ല, നമുക്കറിയാം നിയമം അനുസരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ആർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് യേശുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. യേശുവിലുള്ള വിശ്വാസത്തിനോടൊപ്പമാണ് കൃപയും അഭിഷേകവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ എഫെസോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൃപ നമുക്ക് കിട്ടുന്നത് യേശുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നാൽ ആ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുകയില്ല. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം ബലപ്പെടാതെ നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കുചേർന്നാൽ, നമുക്കറിയാം ദിവ്യബലി ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ്. അതുപോലെ പാപമോചനത്തിനുള്ള വലിയൊരു ദൈവിക പദ്ധതിയാണ് കുമ്പസാരം. ഇതെല്ലാം ഇതാണല്ലോ നമ്മൾ മാമോദിസ സ്വീകരിച്ച ശേഷം നമ്മൾ കൂടെ പങ്കുചേരുന്നത്. തെറ്റുകൾ വരുമ്പോൾ മനസ്സപിച്ച് കുമ്പസാരിക്കും. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ചകളിലെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ പരിശ്രമിക്കും. അപ്പോൾ ആ അനുഷ്ഠാനങ്ങൾ നമ്മൾ പങ്കുചേരുമ്പോഴും അതൊരു ആചാരാനുഷ്ഠാനമായിട്ട് മാത്രം മാറിപ്പോകുമ്പോൾ നമ്മളിൽ വിശ്വാസം ബലപ്പെടുന്നില്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയില്ല. റോമലേഖനം 8 പറയുന്നുണ്ടല്ലോ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ഈ ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണമെങ്കിൽ ആത്മാവിനാൽ നിറയണം, ആത്മാവിൻ്റെ സ്വരം കേൾക്കണം. നമ്മൾ ഈ അനുഷ്ഠാനങ്ങളിൽ ഒരു ചടങ്ങ് പോലെ പങ്കുചേർന്ന് കൂടുമ്പോൾ നമ്മളിൽ വിശ്വാസം വളരുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നുമില്ല. അങ്ങനെ നാം ചെയ്താൽ, അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അതായത് അനുഷ്ഠാനങ്ങളിൽ ചുമ്മാ പങ്കുചേർന്ന് അതിൻ്റെ സത്ത എന്തെന്ന് മനസ്സിലാക്കാതെ അതിലെന്നും പങ്കുചേർന്ന്, ഇപ്പോൾ എന്നും ദിവ്യബലിയിൽ പങ്കുചേരുന്ന ആളാണെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിൽ ആഴമായ ഒരു ബോധ്യമോ ക്രിസ്തുവിശ്വാസമോ ഇല്ലെങ്കിൽ അവൻ ആർക്ക് തുല്യനാണ്? നിയമാനുഷ്ഠാനം വഴി നീതീകരിക്കപ്പെടുവാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലായിത്തീരും. പരിശുദ്ധാത്മാവിൽ നാം ബലപ്പെടുകയില്ല. അപ്പം നിയമാനുഷ്ഠാനം വഴി എന്ന് വെച്ചാൽ ഞാൻ ചില പാപങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും, വിട്ടു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളിലൊക്കെ എടുത്തിങ്ങനെ പോകും. അപ്പോൾ നിയമാനുഷ്ഠാനം വഴി നീതീകരിക്കപ്പെടാൻ പരിശ്രമിക്കാൻ നമുക്കറിയാം നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിക്കുന്നില്ല. അപ്പോൾ നിയമാനുഷ്ഠാനം വഴി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനും ആർക്കും ആകുമല്ലോ. കാരണം നിയമങ്ങൾ പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കുന്നത് ഒരു മനുഷ്യനും സാധിക്കുന്ന കാര്യവുമല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാൻ, വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുന്നത്. അങ്ങനെ മാമോദിസയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നു. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മാമോദിസയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, അതുവഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ നിർജ്ജീവമായിട്ട് ഉള്ളിലിരിക്കുക. പരിശുദ്ധാത്മാവ് നിർജ്ജീവമല്ല, പരിശുദ്ധാത്മാവ് സജീവമാണ്. പക്ഷെ നമ്മൾ ആ വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ച് വളർന്നാലല്ലാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടാൻ തുടങ്ങിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഈ ലോകത്തിൻ്റെ ജീവിതം നയിച്ച് ഈ ലോകത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ എൻഡപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ശരീരത്തിൽ നമ്മൾ അവസാനിക്കും. അപ്പോൾ ക്രിസ്തു നമ്മിൽ രൂപപ്പെടണം. അതുകൊണ്ടാണ് ഗലാത്യർ 4:19 പൗലോസ്ലീഹ പറയും,
മൈ ലിറ്റിൽ ചിൽഡ്രൻ, ഐ ആം എഗെയിൻ ഇൻ ദ പെയിൻ ഓഫ് ചൈൽഡ് ബർത്ത് അണ്ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു ഗർഭിണിയുടെ ഈറ്റുനോവ് പോലെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എന്താണ്? ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവർ. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ടില്ല. അതാ പൗലോസ് പറയുന്നത് ഗലാത്യൻസിനോട്. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ടിട്ടില്ല. നിങ്ങൾ മാംസം സ്വീകരിച്ചു, പക്ഷേ അബദ്ധജടിലങ്ങളായ പ്രബോധനങ്ങളും മറ്റു കാര്യങ്ങളും കേട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റിപ്പോവുക. അനുഷ്ഠാനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു യഥാർത്ഥമായൊരു മാറ്റം നടക്കുന്നില്ല. അപ്പം നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ച് ശരീരത്തിൽ, അതായത് ശരീരത്തിൻ്റെ പ്രവണതകൾ നിങ്ങൾ എൻഡപ്പ് ചെയ്യുക, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടണം. അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസത്തിൽ എങ്ങനെയാണ് ബലപ്പെടുന്നത്? യേശു ഉണ്ടെന്നുള്ള വിശ്വാസമല്ല, അതൊരു വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കൊളോസ്യൻസ് 2:12 കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യം, അതിനകത്ത് പറയുകയാണ്, വെൻ യു വെർ ബറീഡ് വിത്ത് ഹിം ഇൻ ബാപ്റ്റിസം യു വെർ ഓൾസോ റേസ്ഡ് വിത്ത് ഹിം ത്രൂ ഫെയ്ത്ത് ഇൻ ദ പവർ ഓഫ് ഗോഡ് ഹു റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്. അപ്പം ബാപ്റ്റിസത്തിൽ, മാമോദിസയിൽ സംഭവിക്കുന്ന കാര്യം, നമ്മൾ അവനോടൊപ്പം ബറീഡ് എന്ന് വെച്ചാൽ ആദ്യം ഡൈ ചെയ്യണം, മരിക്കണം. മരിച്ച് സംസ്കരിക്കപ്പെട്ടു. മാമോദിസയിൽ അവനോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ടു. അത് ആലങ്കാരികമായിട്ട് പറയുന്നതാണോ? അല്ല. ശരിക്കും നമ്മൾ നമ്മുടെ പാപ സ്വഭാവങ്ങൾ, നമ്മളെ പഴയ മനുഷ്യൻ പൂർണ്ണമായിട്ടും അത് മരിക്കുകയാണ് ക്രിസ്തുവിനോടുകൂടി. നമ്മൾ ക്രിസ്തുവിനുള്ള വിശ്വാസമായിട്ട് പറയുമ്പോൾ ക്രിസ്തുവിനെ മരിക്കുക. ഒരു കുഞ്ഞാകുമ്പോൾ അതിന് അത്ര ബോധ്യമില്ല. നമ്മൾ ആ വളർച്ച എത്തുമ്പോഴത്തേക്കും ആ കൃപ നമ്മിൽ വളരുമ്പോൾ പാപ സ്വഭാവങ്ങളെല്ലാം അങ്ങ് തീർന്ന് പോവുകയാണ്. ഇത് കോപിക്കാനുള്ള ആഗ്രഹം, ജഡികമായ ആസക്തികളുള്ള ആഗ്രഹം, ഭക്ഷണത്തിനുള്ള അമിതമായ ആസക്തികൾ, അതുപോലെ സ്വാർത്ഥത, വിദ്വേഷം, അസൂയ, ഇങ്ങനെ ശരീരത്തിൻ്റെ ഇന്ന് വരുന്ന എല്ലാ പ്രവണതകൾക്കും നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം, അതെങ്ങനെയാണ് വളർന്നത്? ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്തു ചെയ്യും? ശരീരത്തിൻ്റെ പ്രവണതകളെ നമ്മൾ നിഹനിക്കുകയാണ്. ഈ പറഞ്ഞ പാപങ്ങളെല്ലാം നിഹനിക്കുക. അതുകൊണ്ട് പൗലോസിലെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ നിഹനിക്കാന്ന് കൊല്ലുക. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് നമുക്കിതിനെ കൊല്ലാൻ സാധിക്കും. അപ്പം കൊല്ലുമ്പോൾ എന്ത് ചെയ്യും? ആ പാപം നമ്മിൽ മരിച്ചു. അങ്ങനെ ഓരോ അസ്വസ്ഥതകളും പാപവാസനകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി നമ്മൾ നശിപ്പിച്ച് കളയും. അതാ മരണം, ക്രിസ്തുവിനോടൊപ്പം മരണം. അപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റു പറയുമ്പം നമ്മൾ ക്രിസ്തുവിനോടുകൂടി മരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ട്. അധമ വികാരങ്ങൾക്ക്, അനുചിതമായ ചിന്തകൾ, വികാരങ്ങൾക്കെല്ലാം നമ്മൾ പൂർണ്ണമായും നമ്മൾ മരിക്കുക. അപ്പം ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ടു. അപ്പോൾ കൊളോസ്യൻസ് 2:12 പറയുകയാണ്, കൊളോസോസർക്ക് ലേഖനം 2:12, നിങ്ങൾ മാമോദിസയിൽ അവനോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ടു. അത് മാത്രമല്ല, യു ആർ ഓൾസോ റേസ്ഡ് വിത്ത് ഹിം ത്രൂ ദ ഫെയ്ത്ത് ഇൻ ദ പവർ ഓഫ് ഗോഡ് ഹു റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചവനുള്ള വിശ്വാസം നിമിത്തം, ആ ദൈവിക ശക്തി നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. എന്ന് വെച്ചാൽ നിങ്ങളിലെ പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇനി ഞാനല്ല ജീവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റത് ആരാ? നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണ്. അപ്പം നമ്മിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവിക്കണമെങ്കിൽ നമ്മിലെ ആ പഴയ മനുഷ്യൻ മരിക്കണം. ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ്? ഒരാൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആദ്യം മരിക്കണം. അപ്പോൾ മനുഷ്യൻ, പാപ സ്വഭാവങ്ങൾ മരിക്കുമ്പോൾ പരിശുദ്ധാത്മശക്തിയാൽ എന്തു ചെയ്യും? നമ്മൾ വിശ്വാസത്തിലൂടെ അവനെ, ദൈവത്തിലുള്ള ആ വിശ്വാസം മൂലം നമ്മൾ ഉയർക്കുക. നമ്മൾ ഉയർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലെ പുതിയ മനുഷ്യൻ ക്രിസ്തു നമ്മിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, മാമോദിസയിൽ നമ്മൾ മരിച്ചടക്കപ്പെടുന്നു, പുതുതായി നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നു, ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ആ വിശ്വാസം നമ്മൾ ഏറ്റു പറയുമ്പോഴാണ് ഞാനിനി പഴയ മനുഷ്യനല്ല, ഞാനിനി പഴയ സ്വഭാവത്തിൻ്റെ അടിമയല്ല, പാപത്തിൻ്റെ അടിമയല്ല, ദൈവനീതിയുടെ അടിമയാണ്. ദൈവനീതി
നമ്മളെന്ത് ചെയ്യും? ദൈവനീതി എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനുള്ള ശക്തി തരും, ക്ഷമിക്കാനുള്ള ശക്തി തരും, അശുദ്ധിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശക്തി തരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു കൃപയാണ് ഈ ദൈവനീതിക്ക് അടിപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ അതാണ് വിശ്വാസം. മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അല്ലാതെ ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല. ക്രിസ്തുവിനോട് ഞാൻ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു എന്ന് വെച്ചാൽ ഞാൻ പുതിയ മനുഷ്യനായി മാറി. ഇനി ഞാൻ ജീവിക്കേണ്ടത് ലോക സ്വഭാവത്തിലല്ല, ലോകത്തിലുള്ള മനുഷ്യരോടൊപ്പം അല്ല, ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലേക്ക്. അത് കൊലോസസ് 3:3 പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കണമെങ്കിൽ ക്രിസ്തു വസിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുക. അപ്പം ഉന്നതങ്ങളിലേക്ക് നോക്കിയുള്ള ജീവിതം, നമ്മൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. അങ്ങനെ ജീവിക്കുന്നവനെ സംബന്ധിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചു. മാമോദിസായിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആരംഭിച്ചപ്പോൾ നിരന്തരം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടും. പിന്നെ നമ്മൾ ശരീരത്തിലല്ല അവസാനിപ്പിക്കുന്നത്. നമ്മളെവിടെ അവസാനിപ്പിക്കും? ആത്മാവിൽ തന്നെ അവസാനിപ്പിക്കും. അതായത് നമ്മുടെ മരണശേഷം നമ്മൾ സ്വർഗത്തിൽ നിരന്തരം നമ്മുടെ ആത്മാവ് വാഴും. പിന്നീട് അന്ത്യവിധിയിൽ നമ്മുടെ ശരീരവും ഉയർപ്പിക്കപ്പെടും. മഹത്വമുള്ള ബോഡിയോടുകൂടി നമ്മൾ ഉയർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളെല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്. ഒന്നുമല്ല. ഈ വിശ്വാസം നമ്മളിൽ വളരുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ബലപ്പെടുന്നില്ലെങ്കിൽ, ഈ ഗലാത്തി 3:3 പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടഡ് ഇൻ സ്പിരിറ്റ് ബട്ട് എൻഡഡ് അപ്പ് ഇൻ ദ ഫ്ലഷ്. ആത്മാവിൽ തുടങ്ങി ശരീരത്തിൽ അവസാനിപ്പിച്ചു. ഒരു വശത്തു നിന്നുണ്ട് കുർബാന സ്വീകരണവും കുമ്പസാരവും എല്ലാം മുറ പോലെ നടക്കും. പക്ഷേ പാപവാസനകളെ ഉപേക്ഷിക്കുന്ന വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ഇനി എന്നിൽ പഴയ മനുഷ്യനല്ല ജീവിക്കുന്ന ആ ഒരു ചിന്ത നമ്മിൽ വന്നിട്ടില്ല. ഇടയ്ക്ക് പോയി കുമ്പസാരിക്കുന്നു, വീണ്ടും വരുന്നു. അപ്പം നമ്മുടെ വല്ലപ്പോഴും ഒരു ബലഹീനതയിൽ നമുക്ക് ഒരു കുറവ് പറ്റിപ്പോയതല്ല, അത് കർത്താവിനോട് അനുദപിച്ച് മാപ്പി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓടിയാണ് നമ്മൾ വീണ്ടും. നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ ശീലം ഇങ്ങനെ അടിപ്പെട്ട് കഴിയുമ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും ഒരു വളർച്ചയും വിശ്വാസത്തിൽ നമുക്ക് വളർച്ചയില്ല, പരിശുദ്ധാത്മാവിനുള്ള ബലപ്പെടലുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചു മാമോദിസ വഴി ശിശുവായിരിക്കുമ്പോൾ. പക്ഷേ ജീവിതം മുഴുവൻ ശരീരത്തിൽ ജീവിക്കുക. ശരീരത്തിൽ ജീവിക്കാൻ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ചും ആ മനസ്സിൻ്റെ പ്രേരണകൾക്കനുസരിച്ചും ആത്മാവിൻ്റെ പ്രേരണകൾ വഴങ്ങുന്നില്ല, മനസ്സിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് പാപത്തിന് വിധേയമായി ജീവിക്കുക. അപ്പം നമ്മളിവിടെ എൻഡപ്പ് ചെയ്യും, ശരീരത്തിൽ എൻഡപ്പ് ചെയ്യും, നമുക്ക് കിട്ടുന്നത് നിത്യനരകമായിരിക്കും. അപ്പം പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ജീവിക്കേണ്ടവരല്ല. നമ്മൾ നമ്മുടെ വിശുദ്ധ ബലിയും കുമ്പസാരവും ഒക്കെ നമ്മളെ ഓരോ ദിവസവും വിശുദ്ധീകരിക്കുന്ന അനുഭവങ്ങളായിട്ടാണ് മാറേണ്ടത്. അതൊരാചാരം പോലെ ചെയ്യുമ്പോഴോ ചുമ്മാ ഒരു അനുഷ്ഠാനം പോലെ ചെയ്യുമ്പോഴോ നമ്മൾ ഒരു വശത്ത് നമ്മൾ ചിന്തിക്കുക നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നവരാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. യഥാർത്ഥ വിശ്വാസം, ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു, ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ മാമോദിസയിൽ സംഭവിച്ചതാണ്. ഞാനത് മുറുകെ പിടിച്ച് വളരണം. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ശരീരത്തിൽ എൻഡപ്പ് ചെയ്യും. ശാരീരിക പ്രവണതകളിൽ മാത്രം ജീവിക്കുന്നവരായി മാറി അവസാനം നിത്യനരകത്തിന് അർഹരായി മാറും. ഒരു വശത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ കുർബാനയും കുമ്പസാരവും ഒക്കെ നടത്തിയിട്ടുണ്ട്. നമ്മളെ എന്തെങ്കിലും ഫലപ്രാപ്തിയിൽ എത്തിച്ചോ? ഇല്ല. പുതിയ മനുഷ്യനാക്കി നമ്മളെ മാറ്റിയിട്ടില്ല. കാരണം വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ടില്ല. എനിക്ക് വേണ്ടിയാണ് എൻ്റെ ക്രിസ്തു മരിച്ചത്, എന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റാൻ. അവനോടൊപ്പം എന്നിലെ പാപ സ്വഭാവം, ആദത്തിൽ നിന്ന് കിട്ടിയ ഉത്ഭവഭാവവും അതിൻ്റെ പരിണതമായ ഫലങ്ങളുമെല്ലാം എന്നിൽ നിന്ന് മാറി ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ഞാൻ പുതിയ ജീവിതം നയിക്കും. ആ വിശ്വാസം എന്നിൽ വളരാത്തതുകൊണ്ട് എൻ്റെ ഈ അനുഷ്ഠാനങ്ങളെല്ലാം വെറും മായം, വെള്ളം ചേർത്ത പോലെയായി മാറും. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയോടുകൂടി ഞാൻ മാമോദിസയിൽ മരിച്ചു, അങ്ങയോടുകൂടി ഞാൻ ഉദ്ധാനം ചെയ്യുകയും ചെയ്തു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഉദ്ധാനം ചെയ്ത അങ്ങാണ് എന്നിൽ ജീവിക്കുന്നത്. ആ ഒരു ചിന്ത എന്നിൽ വളർത്തണമേ. എപ്പോഴും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ നയിക്കണമേ. ആമേൻ.